ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യദർശനത്തിലെ മൂന്നാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിജൃംഭതേയത് തമസോ ഭീരോരിഹ പിശാചവദ് തദിദം ജാഗ്രതി സ്വപ്നലോകവദ് ദൃശ്യത്തെ ബുധൈഃ. വിജൃംഭതേ യത് തമസോ ഭീരോരിഹ പിശാചവദ് തദിദം ജാഗ്രതി സ്വപ്നലോകവദ് ദൃശ്യത്തെ ബുധൈഃ. ഇതാണ് ശ്ലോകം. ഇഹ ഭീരോ പിശാചവത് യത് തമസാ വിജൃംഭത്തെ തത് ഇദം ബുധൈഃ ജാഗ്രതി സ്വപ്നലോകവത് ദൃശ്യത്തെ. ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഈ ഹ ഇവിടെ ഭീരോ ഭീരുവിന്, പിശാചവത് എന്ന് പറഞ്ഞാൽ പിശാച് എന്ന പോലെ, യത് യാതൊന്ന്, തമസാ വിജൃംഭതേ തമസ്സിൽ നിന്ന്, അതായത് അവിദ്യയിൽ നിന്ന് വിജൃംഭിക്കപ്പെടുന്നുവോ. വിജൃംഭിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായി വളർന്നു വരിക എന്നാണ്. തത് അത്, ഇദം പ്രപഞ്ചം ഈ പ്രപഞ്ചമാകുന്നു എന്നല്ലേ, അങ്ങനെയുള്ളതാകുന്നു ഈ പ്രപഞ്ചം എന്ന്, ബുധൈ ബുധന്മാരാൽ, അതിന് ഉച്ചാരണം ബുധൈഹി എന്നാണ്, ബുധന്മാരാൽ ജ്ഞാനികളാൽ, ജാഗ്രതി ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ, സ്വപ്നലോകവത് ദൃശ്യത്തെ സ്വപ്നലോകം എന്ന പോലെ കാണപ്പെടുന്നു. തമസ്സിൽ നിന്നും അഥവാ അവിദ്യയിൽ നിന്നും വിജൃംഭിക്കപ്പെടുന്ന പ്രപഞ്ചത്തെ ജ്ഞാനികൾ അഥവാ ബുധന്മാർ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ കാണുന്ന സ്വപ്നലോകമായിട്ടാണ് കരുതുന്നത് എന്ന്. ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് പകൽക്കിനാവാണ്. പകൽക്കിനാവ് പോലെയാണ് പ്രപഞ്ചത്തെ ജ്ഞാനികൾ കാണുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഭീരുവിന് പിശാച് എന്ന പോലെ യാതൊന്നിവിടെ അവിദ്യയാകുന്ന തമസ്സിൽ നിന്നും അഥവാ അജ്ഞാനത്തിൽ നിന്നും വളർന്നു വലുതായി കാണപ്പെടുന്നുവോ, അങ്ങനെയുള്ള ഈ ലോകം ജ്ഞാനികളാൽ ദർശിക്കപ്പെടുന്നത് ജാഗ്രത അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സ്വപ്നലോകങ്ങളെ കാണുന്നത് പോലെയാണ്, അഥവാ പകൽക്കിനാവ് കാണുന്നത് പോലെയാണ്. അസത്യമെങ്കിലും സത്യം പോലെ അനുഭവപ്പെടുന്ന ലോകത്തിന് ഉണരുമ്പോൾ സ്വപ്നത്തിന് കൽപ്പിക്കാവുന്ന വില മാത്രമേ ജ്ഞാനികൾ നൽകുന്നുള്ളൂ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ സാരം. ഉണർന്നിരുന്നു കൊണ്ട് കാണുന്ന സ്വപ്നങ്ങളെ പകൽക്കിനാവ് എന്നാണ് പറയുന്നത്. പകൽക്കിനാവുകൾ രണ്ട് തരത്തിലുണ്ട്. മനസ്സിലുള്ള മോഹങ്ങൾ സഫലീകരിക്കണമെന്ന ചിന്തയിൽ ആണ്ടുപൂണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ മോഹങ്ങൾ ഒരിക്കലും പൂവണിയുകയില്ല എന്ന സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവ പൂവണിയുന്നതായി ഭാവന ചെയ്യാറുണ്ട്. ഭാവനയിൽ അവർ ആഗ്രഹപൂർത്തി നേടി സ്വയം അഭിരമിക്കുന്നു. ഈ പ്രക്രിയയെ പോസിറ്റീവായും നെഗറ്റീവായും, അതായത് ധനാത്മകമായും ഋണാത്മകമായും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അറിവിൻ്റെയും മനോനിയന്ത്രണത്തിൻ്റെയും ആഴമാണ് ഇവിടെ വിവേചക മാനദണ്ഡമായി വർത്തിക്കുന്നത്.
ത്യാജ്യഗ്രാഹ്യ വിവേചന യുക്തി ഫലപ്രദമായി വിനിയോഗിക്കുന്നവന് നിത്യതൃപ്തനായി ജീവിക്കുവാൻ പകൽക്കിനാവ് ഒരു ഔഷധം കൂടിയാണ്. അല്ലാത്തവന് അത് മഹാരോഗമായി ഭവിക്കുകയും ചെയ്യും. ഇരുട്ടത്തുണ്ടാകുന്ന പിശാച ഭീതിയെ ഉദാഹരിച്ചുകൊണ്ട് ഈ തത്വമാണ് ഗുരു ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിശിതം അശിക്കുന്നത് അഥവാ കൊന്നു തിന്നുന്നത് എന്നാണ് പിശാച് എന്ന പദത്തിന്റെ വാച്യാർത്ഥം. പിശിതം എന്ന് പറഞ്ഞാൽ മാംസം എന്നാണ്, കൊന്നു തിന്നുകളയുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുർദേവത ആണ് പിശാച് എന്നാണ് സങ്കല്പം. പിശാച് വാസ്തവത്തിൽ മനസ്സിന്റെ സൃഷ്ടിയാണ്. അജ്ഞതയിൽ നിന്നുമാണ് പിശാച ഭയം ഉണ്ടാകുന്നത്. തമസ്സിൽ നിന്നും വിജൃംഭിതമായി വരുന്ന പിശാച് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അജ്ഞാനത്തിൽ നിന്നും വളർന്ന് വലുതായി വരുന്ന പിശാച ഭയം എന്നാണ്. ഇരുട്ടുള്ളപ്പോൾ പിശാചുക്കളുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നും വിളക്ക് കത്തിച്ചു വച്ചാൽ പിശാചുക്കൾ അകന്നു നിൽക്കുമെന്നും അജ്ഞന്മാരായിരുന്ന പൂർവികർ വിശ്വസിച്ചിരുന്നു. പഴയകാലത്ത് വീടുകളിലെ തെക്കിനിയിൽ കെടാവിളക്ക് സൂക്ഷിച്ചിരുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്. അതൊരാചാരമായിട്ട് വരാനുള്ള കാരണം അതാണ്. പിശാചുക്കളെ വീടിനുള്ളിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ളതാണ്. അത് അന്ധകാരത്തെയാണ് അവിടെ പിശാചെന്ന് ഭാവന ചെയ്തത്. അത് ശരിക്കും ആ ഒരു ആചാരത്തിന് പിന്നിൽ ബുദ്ധിമാന്മാരായ ആളുകളുടെ ക്രാന്തദർശിത്വവും ഉൾച്ചേർന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രകാശം ജ്ഞാനപ്രതീകമാകുന്നുവെന്നും അജ്ഞാനമാകുന്ന ഇരുട്ടു നീങ്ങിയാൽ പിശാചഭയം ഒഴിഞ്ഞു കിട്ടുമെന്നും ജ്ഞാനാർജനം ഒന്നു മാത്രമാണ് അതിന് പോംവഴിയെന്നും ഉപനിഷദ് ഋഷിമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ജ്ഞാനപ്രകാശത്തിന് മുന്നിൽ ഒരു പിശാചിനും അടുക്കുവാൻ സാധ്യമല്ല എന്നാണ് സത്യദർശിയായ ഗുരുവും ഉപദേശിച്ചിരിക്കുന്നത്. പകൽക്കിനാവ് ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നമാണ്. സ്ഥലകാലബോധം മറന്ന് സങ്കല്പലോകത്ത് അഭിരമിക്കുന്നതാണ് പകൽക്കിനാവ്. പകൽക്കിനാവ് മാരകമായ ഒരു രോഗമാണ്. അത് ബുദ്ധിയെയും ശരീരത്തെയും ഒരുപോലെ കാർന്നു തിന്നും എന്നുള്ളതുകൊണ്ട് ഫലപ്രദമായ ചികിത്സ അനിവാര്യമാണ്. മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ പകൽക്കിനാവിനെ ദൂരീകരിക്കാൻ പര്യാപ്തമല്ല. പ്രബോധനാത്മകമായ ജ്ഞാന ചികിത്സ മാത്രമേ പകൽക്കിനാവിനെ ചികിത്സിക്കാൻ പ്രയോജനപ്പെടുകയുള്ളൂ. ലോകദൃശ്യങ്ങളെയും ലോകാനുഭവങ്ങളെയും ജ്ഞാനികൾ പകൽക്കിനാവിന്റെ മൂല്യം കൽപ്പിച്ച് നിസാരവൽക്കരിക്കുന്നു എന്ന ഗുരുവാക്യം ചിന്തോദ്ദീപകം തന്നെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.